അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. നമ്മുടെ പഠനം മധുരം പുസ്തകത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വസിയ്യത്തായി കൊടുത്ത 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദീർഘകാലം ഖിദ്മത്ത് ചെയ്ത, അതായത് 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവനം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അറിവുകൾ നബിയിൽ നിന്ന് പകർന്ന് കിട്ടിയ ആളാണെങ്കിൽ തന്നെയും രഹസ്യമായി പല അമലുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ശൈഖുനാ തഖാവി ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. അതിൽ വലിയൊരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ, അതായത് 9 വയസ്സുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെത്തുന്നത്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹദിയ കൊണ്ട് കൊടുക്കുന്നു. നബിയെ കാണാൻ പോകുന്നു. ഈ പിഞ്ചു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടാണ് ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് കാഴ്ചവെക്കാൻ എൻ്റെ ഒന്നുമില്ല, ഈ പിഞ്ചു മകനല്ലാതെ, ഈ അനസ് മോനല്ലാതെ, ഈ അനസിന് മോന് വേണ്ടി നബി ഒന്ന് ദുആ ചെയ്യണമെന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു. ഈ അനസിന് ഒരുപാട് സമ്പത്ത് കൊടുക്കണേ, ഒരുപാട് മക്കളെ കൊടുക്കണേ, സ്വർഗം നൽകണേ എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ ആ ദുആയുടെ ഫലമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ ബർക്കത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഏറ്റവും ശ്രേഷ്ഠമായതും മാതൃകാപരമായ ജീവിതങ്ങളും അതേപോലെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചവരാണ് ഈ 4 പേര്. അൽ ഖുലഫാ ഉർ റാഷിദീൻ എന്ന് പറയും. അവർക്ക് ശേഷം വന്നവർ മുസ്ലിം നാമധാരികളാണ്. അതിൽ നല്ലവരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരും ഉണ്ടായിട്ട് ദീനിനൊക്കെ ഒരുപാട് കളങ്കം ചാർത്ത് വരുന്നവരും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ആൾക്കാർ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, വലിയ വലിയ മഹാന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സിനടുത്ത് ജീവിക്കുമ്പോഴും അന്ന് രാജ്യം ഭരിക്കുന്ന ഹജ്ജാജ് ബിൻ യൂസുഫാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഏറ്റവും രക്തക്കൊതിനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മോശമായ ഭരണങ്ങൾ കണ്ട് വിമർശിക്കുന്ന പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ വിമർശനം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വലിയൊരു സംഭവമാണ് നമ്മുടെ അൽ മവാഹിബുൽ ജലിയയിൽ തഖാവി ഉസ്താദിന്റെ രചനയിലുള്ളത്. എന്താണ്? അനസ് ബിൻ മാലിക്കിനെ പിടിക്കണമെന്ന് ഹജ്ജാജ് ആജ്ഞ കൊടുത്തു പോലീസിന്. പോലീസ് ചുറ്റി നടന്നു വീട്ടിൽ ചെന്ന് മുറ്റത്ത് കാലും നീട്ടി താനിരിക്കുന്നു. അതായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യാൻ പോലീസും അതിൻ്റെതായ സന്നാഹങ്ങളും വന്നപ്പോൾ ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അനസ് റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. എവിടെയാണ്? ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൊട്ടാരത്തോട് അടുത്തുകൊണ്ട് വെക്കുമ്പോൾ ദൂരെ നിന്ന് തന്നെ ഹജ്ജാജ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അടുത്ത് വരുന്നതോടും ഇവന്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. ദേഷ്യം ഇരട്ടിക്കുക. അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നീയാണോ അനസെന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെ അനസെന്ന് പറഞ്ഞു. നീ എന്റെ ഭരണത്തെ വിമർശിക്കുമെന്ന് ചോദിച്ചു. വിമർശിക്കുമല്ല, ഇനിയും വിമർശിക്കുമെന്നാണ് പറയുന്നത്. ഏതാ? പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അനസ് റളിയല്ലാഹു അൻഹു ഒരു കൂസലും കൂടാതെ പറയാണ്, ഇനിയും നിന്നെ വിമർശിക്കുന്നു. അടുത്ത നിമിഷം ഉടലിൽ നിന്ന് തല തെറിക്കുന്ന ഉറപ്പാണ്. ആ ഘട്ടത്തിലും പറയുന്നത് എന്താണ്? വിമർശിക്കുമെന്ന് പറയുന്നത്. അപ്പോഴേ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്നെ ഞാൻ സാധാരണ കൊല്ലുന്ന പോലെയല്ല കൊല്ലുന്നത്, ഇഞ്ചിഞ്ചായി നിന്നെ കൊല്ലുന്നു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ഒരു രോമത്തിൽ തന്നെ നിനക്ക് തൊടാൻ കഴിയില്ല എന്ന് പറയും. അപ്പം ഹജ്ജാജ് ഇബ്നു യൂസുഫ്, നിനക്ക് ഇത്ര ധൈര്യമാണ്? അപ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘകാലം ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ ഏറ്റവും നബിയുടെ സ്നേഹം പിടിച്ചു പറ്റിയ
സഹാബിയാണല്ലോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് പല രഹസ്യമായ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞ എന്താണ്, എൻ്റെ മുത്തു നബി എന്നെ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിക്ക് ശേഷം അത് ചൊല്ലിയ ഒരു വ്യക്തിയും ഒരു ശക്തിയും ഭയപ്പെടേണ്ടെന്ന്, ഒരു ബുദ്ധിമുട്ടും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ലെന്ന്. ഇന്ന് ഞാൻ സുബഹിക്ക് ശേഷം ഞാൻ ആ ദുആ ചെയ്തിട്ടുണ്ടെന്ന്. ഇതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. ആ പറച്ചിലോടുകൂടി ഇന്ന് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞു മുത്തുനബി പഠിപ്പിച്ചാണെന്ന് പറയുന്നതോടുകൂടി ഈ ഹജ്ജാജിന് വിറയൽ തുടങ്ങി. വിറയൽ തുടങ്ങിയെന്നല്ല, വാളൊക്കെ തെറിച്ചുപോയി. ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നതാണ്, ആ ദുആ എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന്. ആ ദുആ എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്നാണ് ആലോചിക്കുന്നത്. കൊല്ലാൻ വിളിച്ചു വരുത്തിയ ഭരണാധികാരിയല്ല ഹജ്ജാജ് ബിൻ യൂസുഫ് പറയുന്നത്. പക്ഷേ ഹജ്ജാജ് ബിൻ യൂസുഫ് ഇത് പറയുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മറുപടി എന്താ, ഒരിക്കലും നിന്നെ ഞാൻ അത് പഠിപ്പിക്കത്തില്ലെന്ന. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകനെ ഒന്ന് പഠിപ്പിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ മകനെ പഠിപ്പിക്കത്തില്ലെന്നാണ്. അവസാനം അവിടെ സംഭവിച്ചത് എന്താ, അനസ് റളിയല്ലാഹു അൻഹുവിനോട് കെഞ്ചുകയാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഈ സ്ഥലത്തു നിന്ന് പോയി കിട്ടണമെന്ന് പറയുന്നത്. അതായത് എൻ്റെ മുന്നിൽ നിങ്ങളൊന്ന് പോകണമെന്നാണ് പറയുന്നത്. ഇയാൾക്ക് കൊല്ലുകയും വേണ്ട, ഒന്നും ചെയ്യില്ല, ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് പറഞ്ഞ ഒരാളാണ്. കാരണം എന്നെ വിമർശിക്കുന്ന ഒരുത്തനും ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട എന്ന് കരുതുന്ന ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. പക്ഷേ അവിടെ സംഭവിച്ച സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖുന തഅവ്വുസാന്റെ അൽ മവാഹിബുൽ ജലീൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകം പോലും ആ കഥയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി കുട്ടികളുടെ ഭാഷയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്, അവിടെ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ സദസ്സ് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ കാണാൻ ഇയാൾ വിറയലോട് നിൽക്കുകയാണ്. സേനാധിപന്മാരും പിന്നെ ഭരണാധികാരി പ്രഭുക്കന്മാരും മന്ത്രിമാരും എല്ലാം അടുത്ത് വന്ന് ചോദിക്കുന്നു, അല്ലയോ ഹജ്ജാജ്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി, ഇതെന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് പറയുന്നത്, സംഭവം ഞാൻ അനസിനെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത്, ഞാൻ കൊല്ലാൻ തന്നെയാണ് വിളിച്ചു വരുത്തിയത്. പക്ഷേ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത് കൊല്ലാൻ തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഒരു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞതോടുകൂടി എനിക്ക് ഞാനും അനസും ഒരു അദൃശ്യ ലോകത്തെത്തി. എന്ന് പറയാൻ നിങ്ങളത് കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു ലോകത്ത് ഞങ്ങളെത്തി. അവിടെ ഞാനും അനസും മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ദൃഷ്ടിയിലുള്ളൂ. പക്ഷേ ഈ അനസ് സംസാരിക്കുമ്പോൾ ചുറ്റും രണ്ട് സിംഹമുണ്ട്. ഈ അനസിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഈ സിംഹം എന്നെ കടിച്ചു കീറും. അത് ഞാൻ കാണുന്നു, നിങ്ങൾ കാണുന്നില്ല. എന്റെ ഭയം എനിക്കല്ലേ അറിയത്തുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായ ആ ദുആയും ഉൾപ്പെടെയാണ് നമ്മുടെ ഈ പുസ്തകം നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ആവശ്യമുള്ളവര് ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടുക. നമ്മുടെ മക്കളെ ഇരുലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 1, നീ വുളൂ പൂർണ്ണമായി എടുക്കുക, ആയുസ് വർദ്ധിക്കും. അതൊരു പ്രധാന വിഷയമാണ്. ഇന്ന് എല്ലാ വ്യക്തികളും വുളൂ എടുക്കുന്നുണ്ട്. പക്ഷെ എത്ര പേരുടെ വുളൂ പൂർണ്ണമെന്ന് പറയാൻ പറ്റും? വുളൂ പൂർണ്ണമെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വുളൂവിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും അതിന്റെ കറാഹത്തുകളും അറിഞ്ഞ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അപ്പം വുളൂ പൂർണ്ണമായി ചെയ്യുക. 2, എന്റെ സമുദായത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നവരോടെല്ലാം സലാം പറയുക. എന്റെ സമുദായത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നവരോടെല്ലാം സലാം പറയുക. 3, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയുക. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. അപ്പം ഒന്നെന്താണ് പറഞ്ഞത്? നീ വുളൂ പൂർണ്ണമായി ചെയ്യുക, അതിന്റെ ആയുസ് വർദ്ധിക്കും. 2, എന്റെ സമുദായത്തിൽ നിന്ന് കണ്ടുമുട്ടുന്നവരോടെല്ലാം സലാം പറയുക, നിന്റെ നന്മകൾ വർദ്ധിക്കും. രണ്ടാമത്തെ ശ്രേഷ്ഠത ഏതാ? 3-മത്തത് നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക, നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെതായ ഫലവും കൂടെ പ്രതിഫലവും കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. 4-മത് നീ ദുഹാ നിസ്കരിക്കുക. നിന്റെ മുമ്പുള്ള അവ്വാബീയങ്ങൾ നിസ്കാരമാണ്. ഏറ്റവും ശ്രേഷ്ഠരായ ഒരു വിഭാഗമാണ് അവ്വാബീയങ്ങൾ. ആ അവ്വാബീയങ്ങളുടെ ശ്രേഷ്ഠതയിൽ എത്തിക്കുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം.
നീ അഞ്ചാമതാണ്, നീ ചെറിയവരെ സ്നേഹിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യാം, എന്നാൽ അന്ത്യനാളിൽ എൻ്റെ മിത്രമായിരിക്കും. അപ്പൊ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ചെറിയവരെ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അദബെന്ന് പറയുന്നത്. ചെറിയവരെ സ്നേഹിക്കുകയും വലിയവരോട് ബഹുമാനവും ആദരവും കാണിക്കലും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.